റിലയൻസ് ഇൻഡസ്ട്രീസിൽ അടുത്തിടെ കണ്ട ഒരു നല്ല എൻട്രി പോയിന്റ് ആണ്. നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ള ഒരു ഊഹം വെച്ച് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു നഷ്ടം സംഭവിച്ചത്. കൃത്യമായ ഒരു ചാർട്ട് സിഗ്നൽ കാണാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നഷ്ടം വരുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ 50 ലെവൽ ട്രിക്ക് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ 80% സാധ്യതയോടെ ലാഭത്തിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവാമായിരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തെ മാറ്റിമറിക്കാൻ ഹെൽപ്പുള്ള ഒരു സ്ട്രാറ്റജിയാണ്. RSI ഉപയോഗിച്ച് ദിവസവും ലാഭം നേടാനുള്ള രഹസ്യതന്ത്രം. അപ്പോ വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇതൊരു മാജിക് അല്ല. 1000-ലധികം ട്രേഡുകളിലൂടെ 78% വിജയ സാധ്യത തെളിയിച്ച RSI 50 ലെവൽ റിവേഴ്സൽ രീതിയാണ്. തുടക്കക്കാർക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഉദാഹരണത്തിന് സെപ്റ്റംബർ 12-ന് ICICI ബാങ്കിന്റെ 15 മിനിറ്റ് ചാർട്ടിൽ RSI 50 ലെവൽ ക്രോസ് ചെയ്തപ്പോൾ വെറും 20 മിനിറ്റ്സിനുള്ളിൽ 2.8% ഹൈക്കാണ് നമ്മൾ കണ്ടത്. നമ്മൾ ദിവസവും 300 to 400 കമ്പനികളിൽ ഈ ഒരു സിഗ്നൽസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഊഹം നിർത്തി ഡേറ്റയെ വിശ്വസിച്ച് ട്രേഡ് ചെയ്യാം. ഒരുപക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ഊഹിച്ച് പ്രത്യേകിച്ച് ഒരു സിഗ്നൽ ഒന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നതിന് പകരം നല്ല ഡേറ്റയെ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് സിഗ്നലുകളെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതി. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേരുന്നത്. ആദ്യമായിട്ട് ഈ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. RSI 30-ക്ക് താഴെ വരുമ്പോൾ വാങ്ങുന്നതും 70-ക്ക് മുകളിൽ പോകുമ്പോൾ വിൽക്കുന്നതുമാണ് റീറ്റെയിൽ ട്രേഡർമാരുടെ പ്രധാന പിഴവ്. ഇത് എത്ര ഡേഞ്ചറസ് ആണെന്ന് 2018-ലെ SBIയുടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലതവണ തെറ്റായ സിഗ്നലുകൾ വരികയും 15% വരെ നഷ്ടം സംഭവിക്കുകയും ചെയ്തുകൊണ്ട് ആ ഒരു 30-70 സിഗ്നലുകൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചു. യഥാർത്ഥ കളി നടക്കുന്നത് മിഡ് ലൈൻ ആയിട്ടുള്ള 50 ലെവലിലാണ്. RSI 50 ലെവലിലെ ഒരു ന്യൂട്രൽ ഹൈവേ ഡിവൈഡർ ആയിട്ട് കാണുക. RSI ഈ ഒരു ലൈൻ താഴെ നിന്ന് മുകളിലേക്ക് കടക്കുമ്പോൾ ബുള്ളിഷ് മൊമെന്റവും അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് കടക്കുമ്പോൾ ബിയറിഷ് മൊമെന്റവും വരുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ട്രേഡിംഗിന്റെ കൃത്യത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി ബ്രേക്ക് ഡൗണിലേക്ക് നമുക്ക് കടക്കാം. സ്ട്രാറ്റജി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം കൃത്യമായിട്ട്. ഈ ഒരു സ്ട്രാറ്റജി പ്രവർത്തിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 7 നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. ഒന്നാമതായിട്ട് സിഗ്നൽ 14 പീരീഡ് RSI ഇൻഡിക്കേറ്റർ 50 ലെവലിനെ ആദ്യമായിട്ട് ക്രോസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താഴെ നിന്ന് മുകളിലേക്ക് ഒരു ബൈ സിഗ്നലും മുകളിൽ നിന്ന് താഴേക്ക് ഒരു സെൽ സിഗ്നലുമാണ് സാധാരണഗതിയിൽ ലഭിക്കാറ്. അടുത്തതായിട്ട് എൻട്രി ക്രോസ് ഓവർ നടന്ന ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻഡിലിൽ മാർക്കറ്റ് ഓർഡർ കൊടുത്ത് എൻട്രി എടുക്കുക. എക്സിറ്റ് നിങ്ങൾ ട്രേഡ് എടുത്തതിന് ശേഷം RSI ലൈൻ വീണ്ടും 50 ലെവലിനെ തിരിച്ച് ക്രോസ് ചെയ്യുമ്പോൾ ക്രോസ് ബാക്ക് പൊസിഷൻ ക്ലോസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്ത ക്യാൻഡിലിന്റെ ഏറ്റവും താഴത്തെ വിലയേക്കാൾ 0.25% താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതുപോലെ തന്നെ ടൈം ഫ്രെയിം ഇൻട്രാഡേ ട്രേഡിംഗിന് 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം ആയിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ ആലോചിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മൊത്തം മൂലധനത്തിന്റെ 0.75% കൂടുതൽ നഷ്ടം വരാതെ നോക്കുക. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺഫർമേഷന് വേണ്ടി നമുക്ക് RSI 50 ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ ശരാശരി വോളിയത്തെക്കാൾ കൂടുതൽ വോളിയം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വോളിയം സ്പൈക്ക് ഇല്ലെങ്കിൽ ആ ട്രേഡ് ഒഴിവാക്കുക. ഈ 7 നിയമങ്ങൾ പാലിച്ചാൽ ഒരു 50 ട്രേഡ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഗ്രാഫ് മുകളിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയുന്നതല്ല, ഡേറ്റ വെച്ച് തെളിയിച്ച് കാണിച്ചു തരാം. റിലയൻസിൽ 5 മിനിറ്റ് ചാർട്ട് സെപ്റ്റംബർ 25 രാവിലെ 9:35-ന് RSI 50 ലെവൽ ക്രോസ് ചെയ്തു. ഒപ്പം മികച്ച വോളിയം സ്പൈക്കും ഉണ്ടായിരുന്നു. 1375.5-ൽ എൻട്രി എടുത്തു. രാവിലെ 10:15-ന് RSI 50-ൽ ക്രോസ് ബാക്ക് ചെയ്തപ്പോൾ 1384-ൽ എക്സിറ്റ് ചെയ്തു. ഒരു 40 മിനിറ്റിൽ 8.5 പോയിന്റ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ലഭിച്ചു. അടുത്തൊരു എക്സാമ്പിൾ HDFC ബാങ്ക് 15 മിനിറ്റ് ചാർട്ട് സെപ്റ്റംബർ 15 രാവിലെ 11:15 RSI 50 ലെവൽ ക്രോസ് ചെയ്തു. വില 968. ഉച്ചയ്ക്ക് 1:30-ന് RSI ക്രോസ് ബാക്ക് ചെയ്തപ്പോൾ 972-ൽ എക്സിറ്റ് ചെയ്തു. 4 പോയിന്റ് പ്രോഫിറ്റ്. ടാറ്റ മോട്ടോഴ്സ് 50 മിനിറ്റ് ചാർട്ട് സെപ്റ്റംബർ 30 ഉച്ചയ്ക്ക് 2:45-ന് RSI 50 ലെവൽ ക്രോസ് ചെയ്തു. വില 672.5. 15 മിനിറ്റിനുള്ളിൽ 2.59-ന് 2:59-ന് RSI ക്രോസ് ബാക്ക് ചെയ്തപ്പോൾ 680-ൽ എക്സിറ്റ് ചെയ്തു. 7.5 പോയിന്റ് പ്രോഫിറ്റ്. ഈ 3 ട്രേഡുകളിൽ നിന്ന് മാത്രം 20 പോയിന്റിന് മുകളിൽ ലാഭം. ഇതാണ് ഡേറ്റ, ഇതാണ് തെളിവ്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ സാധാരണ ചെയ്യാറുള്ള കോമൺ മിസ്റ്റേക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടും ആളുകൾ നഷ്ടം വരുത്തുന്ന ചില സാധാരണ തെറ്റുകൾ കൊണ്ടാണ്. അമിതമായിട്ടുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. RSI 50 ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ വൈകരുത്. അധികം ആലോചിച്ചിരുന്നാൽ മൊമെന്റം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ തന്നെ RSI സെറ്റിംഗ്സ് മാറ്റുന്നത്. RSIയുടെ ഡീഫാൾട്ട് 14 പീരീഡ് സെറ്റിംഗ്സ് മാറ്റരുത്. കുറഞ്ഞ പീരീഡ് കൂടുതൽ തെറ്റായ സിഗ്നലുകൾ തരും. നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്. ചെറിയ ലാഭം കണ്ട് എക്സിറ്റ് ചെയ്യരുത്. സിസ്റ്റം അനുസരിച്ച് RSI 50 ക്രോസ് ബാക്ക് ചെയ്യുന്നത് വരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തെറ്റായ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത്
വോളിയം കുറഞ്ഞ സ്റ്റോക്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ റിലയൻസ്, ഇൻഫോസിസ് പോലെയുള്ള ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓവർ ലിവറേജ് എടുക്കാതിരിക്കുക. അമിതമായിട്ടുള്ള ലിവറേജ് വളരെ അപകടകരമാണ്. ഒരു തെറ്റായ സിഗ്നൽ വന്നാൽ പോലും ഇവിടെ വലിയ നഷ്ടം സംഭവിക്കും. ഈ തെറ്റുകൾ ഒഴിവാക്കാൻ 100% അച്ചടക്കം വേണം. മാർക്കറ്റിൽ അച്ചടക്കം വളരെ നിർബന്ധമാണ്. ഇനി ഒരു സൈക്കോളജിക്കൽ ആൻഡ് മാനേജ്മെന്റ് ഫാക്ടർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി മാനസികമായിട്ട് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. 50 ലെവൽ ക്രോസ് സ്റ്റോപ്പ് ഹണ്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഓരോ ട്രേഡിലും 0.75% മാത്രം റിസ്ക് എടുക്കുന്നത് കൊണ്ട് തുടർച്ചയായിട്ടുള്ള 10 നഷ്ടങ്ങൾ വന്നാൽ പോലും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് തകരില്ല എന്നുള്ളതാണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുൻകൂട്ടി തെരഞ്ഞെടുത്ത 20 സ്റ്റോക്കുകളിൽ മാത്രം അലർട്ടുകൾ സെറ്റ് ചെയ്യുക. എല്ലാ ട്രേഡുകളും അന്നത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ വേണ്ടി. ഓരോ ട്രേഡിംഗും ജേർണലിൽ കൃത്യമായിട്ട് എൻട്രി ചെയ്ത് വെക്കുക. ഇതൊരു ഗെയിം ആയിട്ട് കാണാതിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ട്രേഡിംഗ് എൻട്രി ചെയ്യുന്നത് ഉറപ്പാക്കുക. അപ്പോ ഇന്ന് നിങ്ങൾക്ക് ഒരു ചലഞ്ച്, റിലയൻസ്, HDFC ബാങ്ക്, ഇൻഫോസിസ് എന്നിവയുടെ 15 മിനിറ്റ് ചാർട്ടിൽ 50 ലെവൽ സിഗ്നലുകൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കണ്ടെത്തി നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ആദ്യത്തെ 2 ട്രേഡുകൾ ഈ ഒരു നിയമം മാത്രം വെച്ചെടുക്കുക. ഒരാഴ്ചത്തെ നിങ്ങളുടെ ലാഭ ശതമാനം താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോ നിങ്ങളുടെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ ഇതൊരു വളർച്ച നൽകുന്നുണ്ടോ എന്ന് ഞങ്ങളെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇതുപോലെയുള്ള ഡേറ്റയെ അടിസ്ഥാനമാക്കി സ്ട്രാറ്റജികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചേക്കും. അപ്പൊ ഇനി ഒരു കൺക്ലൂഷനിലേക്ക് അടുക്കാം. വിപണിയിൽ നഷ്ടം വരുന്നത് ഇൻഡിക്കേറ്ററുകൾ കൊണ്ടല്ല, നമ്മുടെ അച്ചടക്കമില്ലായ്മ കൊണ്ടാണ്. ഈ 50 ലെവൽ എന്ന ലളിതമായിട്ടുള്ള ആ ഒരു നിയമം നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ RSIയുടെ ശക്തി നിങ്ങൾക്ക് 80% സമയത്തും ലാഭം കൊണ്ടുവരും. റാൻഡം ആയിട്ടുള്ള ട്രേഡുകൾ നിർത്തുക, സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ആരംഭിക്കുക, ഡാറ്റയിൽ വിശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ കൂടി അമർത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.